കാൽവരിയിലെ നിലവിളി എനിക്ക് വേണ്ടിയിട്ടാണ് എന്ന സത്യം. ഏൽ ഏൽ ലാമ സബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ക്ലൈമാക്സ് ആയിരുന്നു അത്. തിന്മയുടെ ലോകം തിരസ്കരിച്ചത്. ആ തിരസ്കരണത്തിന്റെ മൂർധന്യത്തിൽ തൻ്റെ അപ്പൻ പോലും തിരസ്കരിക്കുന്നു എന്ന വലിയ ഒരു അനുഭവത്തിലാണ് ആ പീഡാനുഭവം ചെന്ന് എത്തി നിൽക്കുക. പലരും നവോത്ഥാനയന്മാരായിരുന്നിടത്തൊക്കെ ചാവറയച്ചെന്ന ഒരു പേര് നമ്മൾ കേൾക്കാറില്ല. തിരസ്കാരം. തിരസ്കാരത്തിന്റെ അങ്ങേയറ്റത്തെത്തുമ്പോൾ ഒരു സമൂഹം തന്നെ തിരസ്കരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിന്റെ അംഗങ്ങൾ എവിടെ ചെന്നാൽ ഈ തിരസ്കാരം അനുഭവപ്പെടും. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഏൽ ഏൽ ലാമ സബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. 22-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗമാണെങ്കിലും കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ക്ലൈമാക്സ് ആയിരുന്നു അത്. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ അടിസ്ഥാനം തിരസ്കരണമാണ്. തിന്മയുടെ ലോകം തിരസ്കരിച്ചത്. ആ തിരസ്കരണത്തിൻ്റെ മൂർധന്യത്തിൽ തൻ്റെ അപ്പൻ പോലും തിരസ്കരിക്കുന്നു എന്ന വലിയ ഒരു അനുഭവത്തിലാണ് ആ പീഡാനുഭവം ചെന്ന് എത്തി നിൽക്കുക. നമ്മളെല്ലാ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിരസ്കരണത്തിന് ഈ തിരസ്കരണവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതൊന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വലിയ ആഴ്ചയാണല്ലോ, പീഡാനുഭവ രഹസ്യങ്ങൾ ധ്യാനിക്കുന്ന കാലമാണല്ലോ. നമ്മുടെ കുടുംബത്തിൽ അനുഭവപ്പെടുന്ന തിരസ്കരണങ്ങൾ നമുക്ക് പരാതിപ്പെടാൻ എന്തെങ്കിലും അവകാശമുണ്ടോ? നമ്മുടെ ജോലി സ്ഥലത്ത് അനുഭവപ്പെടുന്ന തിരസ്കരണം, ഉദ്യോഗ മണ്ഡലങ്ങളിൽ അനുഭവപ്പെടുന്ന തിരസ്കരണം, സമൂഹത്തിന് തന്നെ ഉണ്ടാകുന്ന തിരസ്കരണം, ഇതൊക്കെ നമുക്ക് നിരന്തര അനുഭവമാണ്. അതൊക്കെ ഈ യഥാർത്ഥ തിരസ്കരണത്തോട് താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗഭാഗിത്വമായിട്ട് കണ്ടാൽ നമ്മൾ വിജയിച്ചു. സഭ തിരസ്കരിക്കപ്പെടുന്നത് നമുക്കറിവുള്ള ഒരു കാര്യം തന്നെയാണ്. എത്രയോ കാര്യങ്ങളിലും വാസ്തവത്തിൽ രാജ്യത്തിൻ്റെ വികസനത്തിനായിട്ട് ഇത്രയും നന്മ ചെയ്ത ഒരു സമൂഹം, വിദ്യാഭ്യാസപരം മാത്രമല്ല, ആതുരശുശ്രൂഷാപരം മാത്രമല്ല, സാമൂഹ്യ പ്രവർത്തനം മാത്രമല്ല, ഓരോ വ്യക്തിയെയും സ്പർശിച്ച് അതിനെ വളർത്തിയെടുക്കാനുള്ള ഒരു ജീവിത ദർശനത്തോടു കൂടിയ സഭ സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവരെയും പാർശ്വവൽക്കപ്പെട്ടവരെയൊക്കെ പൊക്കിയെടുത്ത ചരിത്രം, നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ചരിത്രം, ഇന്നും അനാഥാലയങ്ങളിലൂടെ ഒരുപാട് ആത്മാക്കളെ രക്ഷപ്പെടുത്തുന്ന ചരിത്രം, അല്ലെങ്കിൽ മെൻ്റലി ആൻഡ് ഫിസിക്കലി ചലഞ്ചഡ് എന്ന് പറയുക, അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിൽ വിഷമത അനുഭവിക്കുന്ന ആളുകളെയൊക്കെ കയ്യിലെടുത്ത് വളർത്തിയെടുക്കുന്ന ചരിത്രം, 2 കൈയുമില്ലാതെ പിറന്ന കൊച്ചിനെ ഇന്ന് വലിയ മഹത്വമുള്ള സ്ഥാനത്തേക്ക് എത്തിച്ച ചരിത്രം, കാർ ഓടിക്കത്തക്ക രീതിയിലേക്കൊക്കെ അതിനെ വളർത്തിക്കൊണ്ടുവന്ന ചരിത്രം സഭയുടെ ചരിത്രമാണ്. പക്ഷെ ആ ചരിത്രത്തെയൊക്കെ തമസ്കരിച്ച് സമൂഹത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇങ്ങനെയൊരു വിഭാഗമേ ഇവിടെ ഇല്ല എന്ന നിലയിലും ചില സാംസ്കാരിക നായകന്മാരൊക്കെ പറയുമ്പോൾ നവോത്ഥാന നായകരായിട്ട് വലിയ വലിയ ആൾക്കാർക്ക് പേര് പറയുന്നത് നല്ലത് തന്നെയാണ്. ശ്രീനാരായണ ഗുരു നവോത്ഥാന നായകനായിരുന്നു, ചട്ടമ്പസ്വാമി നവോത്ഥാന നായകനായിരുന്നു, അതുപോലെ വേറെ പലരും നവോത്ഥാന നായകന്മാരായിരുന്നിടത്തൊക്കെ ചാവറയച്ചെന്ന ഒരു പേര് നമ്മൾ കേൾക്കാറില്ല. തിരസ്കാരം. ഇപ്പം തിരസ്കാരത്തിൻ്റെ അങ്ങേയറ്റത്തെത്തുമ്പോൾ ഒരു സമൂഹം തന്നെ തിരസ്കരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അംഗങ്ങൾ എവിടെ ചെന്നാൽ ഈ തിരസ്കാരം അനുഭവപ്പെടും. ഒരു ജോലിക്ക് അപേക്ഷിച്ചാൽ, ഒരു പ്രവേശനത്തിന് പോയാൽ, ഒരു സർക്കാർ ഓഫീസിൽ ചെന്നാൽ ഇതൊക്കെ അനുഭവപ്പെടുമ്പോൾ ക്രിസ്ത്യാനി നീ മനസ്സുകൊണ്ട് തളരാൻ പാടില്ല. കാരണം നീ തിരസ്കരിക്കപ്പെട്ടവൻ്റെ അനുയായിയാണ്. നീ തിരസ്കാരം നിലവിളിയാണ്, കുരിശിലെ നിലവിളി. ആ നിലവിളി നിന്റെ നിലവിളിക്കുള്ള മറുപടിയാണ്.
അല്ല ദൈവത്തിൻ്റെ പുത്രനെ നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. പാപമൊഴിയെ നമ്മോടെല്ലാം ഒന്നായി തീർന്നവൻ്റെ നിലവിളിയാണ്, മനുഷ്യനായി പറഞ്ഞവൻ്റെ നിലവിളിയാണ്, നമ്മുടെ നിലവിളി ഏറ്റെടുത്ത നിലവിളിയാണ്. അത് അല്പം ധ്യാന വിഷയമാക്കുന്നത് നല്ലതാണ്. ഈ വെള്ളിയാഴ്ച ബന്ധപ്പെടുന്ന കാര്യങ്ങൾ കുരിശിൻ്റെ വഴിയൊക്കെ നടത്തുമ്പോഴേ അതൊക്കെ ജീവിതബന്ധിയല്ലാതെ പോയാൽ, വെറും ഭക്തകൃത്യമല്ലാതെ പോയാൽ അത് കർത്താവിന് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാതെ ലോകം തിരസ്കരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അഭയം പ്രാപിക്കുന്ന വിശ്വാസ തീഷ്ണതയില്ലാതെ ഭക്തകൃത്യങ്ങൾ കൊണ്ട് നടന്നിട്ട് വലിയ കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇന്ന് സഭ മുഴുവൻ വലിയ ആഴ്ചയിൽ ലോകം മുഴുവൻ വിശ്വാസ ഭക്ത തീഷ്ണതയിൽ നിറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയും. കുമ്പസാരമേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കുമ്പസാരത്തിൻ്റെയൊക്കെ കൗതാശികത്വം വലിച്ചെറിയാൻ പറയുന്ന ആഹ്വാനം ചെയ്ത യുക്തിവാദത്തിൻ്റെയൊക്കെ നടുവിലിതാ കുമ്പസാരക്കൂട്ടിൽ നിന്ന് വൈദ്യർക്ക് എണീറ്റ് പോകാൻ പറ്റാത്ത രീതിയിൽ നീണ്ട ക്യൂ, പതിനായിരങ്ങൾ പാപസംഘത്തിന് വേദിയിലേക്ക് വരുന്നത് കാണാൻ കഴിയും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇതിനെയൊക്കെ തിരസ്കരിക്കുന്ന മനോഭാവം കൊണ്ടായി എന്ന് വരും. സഭയുടെ അഭിഷിക്തരെ തിരസ്കരിക്കുക, അവരെ താഴ്ത്തിക്കെട്ടുക, സന്യാസത്തെ തിരസ്കരിക്കുക, അവരൊന്നും അല്ലാണ്ടാക്കി തീർക്കുക, അതേസമയത്ത് അവരുടെ സേവനം സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ സഭയുടെ ആ വലിയ അഭിഷിക്ത സമൂഹത്തിൻ്റെ നന്മ സ്വീകരിക്കുക. ഇതൊക്കെ ഒരു വശം സ്വീകരിച്ചിട്ട് മറുവശം ദൂരെ വലിച്ചെറിയുന്ന ആ തിരസ്കാര അനുഭവം ഇന്ന് ആരോടും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇത് സഭയുടെ അനുഭവം തന്നെയാണ് എങ്കിൽ അത് ആ കാൽവരിയുടെ നിലവിളിയുടെ ഭാഗമാണ് എന്നതാണ് എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. തിരസ്കരിക്കപ്പെട്ടതുകൊണ്ട് തളരുന്ന മനസ്സാവരുത് നമ്മുടേത്. നമ്മളെ അംഗീകരിക്കുന്നവൻ ഈ കുരിശിൽ കിടന്നവൻ തന്നെയാണ്. ആ കിടന്നവൻ്റെ അനുഭവം നോക്കിക്കേ, അത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തിരസ്കരിക്കപ്പെട്ടതാണ്. അതായത് ജനിച്ചു കഴിയുന്നതിന് മുമ്പേ ആരാ തിരസ്കരിച്ചത്? തൻ്റെ വളർത്തുപിതാവ്. സംശയം കൊണ്ട് താൻ പറഞ്ഞൊപ്പിച്ച് വെച്ചിരിക്കുന്ന പെണ്ണെ ഞങ്ങൾ സംഗമിക്കുന്ന മുമ്പ് ഗർഭസ്ഥയായെന്ന് കണ്ടപ്പോൾ അത് പരിശുദ്ധാത്മാവിലാണ് ഇവിടെ രൂപം കൊണ്ടിരിക്കുന്നതെന്ന് വെളിവായി മനസ്സിലാക്കാതെ വന്നപ്പോൾ നന്മയുള്ള മനുഷ്യനായതുകൊണ്ട്, നീതിമാനായതുകൊണ്ട് അവളെ ഉപേക്ഷിച്ച് പോയേക്കാം, അല്ലെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് ഭയങ്കരമാണ്, കല്ലെറിഞ്ഞ് കൊല്ലണം, അത് സഹിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് താനങ്ങ് പോയേക്കാം എന്ന് വിചാരിക്കുന്ന അവസ്ഥയിൽ സംഭവിച്ചതെന്ന അകത്ത് കിടന്നവനെ തിരസ്കരിച്ചു. അപ്പം അതുകൊണ്ട് ഈ ആരംഭം തന്നെ തിരസ്കാരത്തിലാണ്, മനുഷ്യാവതാരത്തിൻ്റെ. ഇനി അത് കഴിഞ്ഞോ പുറത്തേക്കൊന്നും വരണ്ടേ, ലോകത്തിന് പ്രകാശം ഒന്ന് കാണണ്ടേ, അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്ത് കിടക്കണ്ടേ? അതിന് സ്ഥലമില്ല. സത്രത്തിൽ അവർക്ക് ഇടമില്ലെന്ന് പറഞ്ഞാൽ മറ്റെല്ലാവർക്കും ഇടമുണ്ട്. അപ്പോൾ ഒരിടത്തും ഇടമില്ല. തിരസ്കാരത്തിൻ്റെ മറ്റൊരു മുഖമാണ്. നമ്മൾ ജോലിക്ക് ചെല്ലുമ്പോൾ നമുക്ക് മാത്രം ഇടയില്ല, പിൻവാതിൽ നിയമനത്തിനിടയുണ്ട്, സ്വന്തക്കാർ നിയമനത്തിനിടയുണ്ട്. അവിടേക്ക് എങ്ങനെയെങ്കിലും ഇടയുണ്ടാക്കും. നീ ക്രൈസ്തവനായതുകൊണ്ട് നിനക്ക് മാത്രം ഇടമില്ല. അങ്ങനെ നീ പേടിക്കണ്ട, നിന്റെ ഗുരുവും നാഥനുമായവനെ പിറക്കാൻ ഇടമില്ലായിരുന്നു. കണ്ടോ എൻ്റെ അനുഭവം? അവസാനം തെരഞ്ഞ് നടന്നത് എവിടാ? കന്നുകാലികളെ കെട്ടുന്ന കന്നുകാലിക്കൂട്ടി. ഇതിനപ്പുറത്തോട്ട് തിരസ്കാരം മനുഷ്യൻ നിനക്ക് അനുഭവിക്കാനുണ്ട്. നിന്റെ ആ വലിയ ഔദ്യോഗിക പദവിയിൽ നിന്ന് ഒരു പ്രൊമോഷൻ ഡിനൈ ചെയ്തപ്പോൾ നിനക്കുണ്ടായ വേദന എന്ത് ഭയങ്കരമായിരിക്കും. നിന്നെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാതെ തടഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നിന്റെ മേലധികാരി നിനക്കെതിരായിട്ട് നെഗറ്റീവ് റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് നിന്നെ തട്ടിയപ്പോൾ, അല്ലെങ്കിൽ നിന്നെ ആദരിക്കേണ്ട നിന്റെ കീഴിലുള്ള ആൾക്കാർ നിന്നെ നേരെ മാറി നിന്നുകൊണ്ട് കുറ്റപ്പെടുത്തിയപ്പോൾ വേദനയുണ്ടായില്ലേ? ആ വേദന ഈ വേദനയോട് താരതമ്യം ചെയ്താലോ? തിരസ്കരിക്കപ്പെട്ടവൻ്റെ അപ്പനും അമ്മയും അവിടെ ഉണ്ട്. അവരുടെ മുഖത്തോട്ടൊന്നും നോക്കിക്കേ, അവരെ അതൊന്നും ബാധിച്ചില്ല. അവരെ എന്നാ ബാധിച്ചേ? ഇതാ കർത്താവിന് ദാസി,
ദൈവത്തിൻ്റെ പരിപാലനം. ഇനി ഉണ്ടായിട്ടോ ഏതുമായിട്ട് ഭൂമിയിലേക്ക് പറക്കാതിരിക്കാൻ പറ്റുകയല്ലോ, ഗർഭിണിക്ക് പ്രസവിക്കാതിരിക്കാൻ പറ്റിയില്ല, ഭൂമിയിലേക്ക് പറന്നു. എവിടെയും ആയിക്കോട്ടെ, വഴി ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പം അത് പറന്നു വരാം. അങ്ങനെ കാണുന്നുണ്ടല്ലോ, ഓട്ടോറിക്ഷയിൽ പറക്കുന്നു, ബസ്സേ പറക്കുന്നു. മനുഷ്യരിങ്ങനെ എവിടെ വേണേലും സമയമാകുമ്പം പറക്കാതിരിക്കാൻ പറ്റിയില്ല, പറന്നു. കന്നുകാലിയുടെ ഇടയിലേക്കാണെങ്കിലും പറന്നിട്ടോ സ്വന്തം രാജ്യത്തിൽ നിന്ന് തിരസ്കാരം എടുത്തുകൊണ്ട് പൊക്കോളാൻ ഹേറോദോസ് രാജാവേ കൊല്ലാൻ ശ്രമിക്കുന്നു. 2 വയസ്സിന് താഴെയുള്ളതിനെ എല്ലാം കണ്ടിക്കാനായിട്ട് കൽപ്പനയിട്ടിരിക്കും. അവനെ എടുത്തുകൊണ്ട് പൊക്കോളാൻ. ഹൊയ്യോ, അതെന്തൊരു തിരസ്കാരമായിരുന്നു, എന്തൊരു തള്ളിപ്പറച്ചിലായിരുന്നു. കാൽവരിയിലെ ആ നിലവിളിയുടെ നിഴലാത്. ഏൽ എൽ ലാമ സബക്താനി, അത് കണക്റ്റഡാ. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് അടുത്തത്, അവിടെ ബേത്ലഹേമിൽ നിന്ന് പോയത് എങ്ങോട്ടാ? ഒരു പരിചയമില്ലാത്ത അന്യനാട്ടിലേക്ക്. സ്വന്തക്കാരില്ല, ബന്ധക്കാരില്ല, ഏകാഗിയായി ഒറ്റപ്പെട്ട്. ഇപ്പോഴത്തെ കെയ്റോയിൽ ചെന്നാൽ കാണാൻ പറ്റും. കെയ്റോ നഗരത്തിന് മധ്യത്തിൽ ഒരു ദേവാലയം. യേശുപിതാവും മാതാവും ഉണ്ണിയും ഒളിച്ചു താമസിച്ച സ്ഥലം നിരന്തരം തീർത്ഥാടകർ സന്ദർശിച്ചുകൊണ്ടിരിക്കും. എത്ര കിലോമീറ്റർ അകലെയാണ്. ഇന്ന് നമുക്ക് ഒരു ബസ്സിൽ യാത്ര ചെയ്താൽ 2 രാത്രിയും 1 പകലും കൊണ്ട് അവിടെ ചെല്ലും. ഏതായാലും 1000-ലധികം കിലോമീറ്റർ അകലെയാണ്. അതെന്തൊരു പോക്ക, എന്നാ വഴിയാന്ന്. ഇന്നത്തെ വഴിയല്ല. അന്ന് കല്ലും മണ്ണും കുന്നും കുഴിയും നിറഞ്ഞ ആ നിരത്തിലൂടെ ഈ അപ്പനും അമ്മയും പോവുക. ഭക്ഷണത്തിന് എന്നാവുണ്ട് കയ്യിൽ. ഈ കൊച്ചിന് കൊടുക്കാനായിട്ട് എന്തുണ്ട്? ഈ കുഞ്ഞിനെ തൊഴിലിട്ടുകൊണ്ട് പോവല്ലേ. പോയ വഴിക്കൊക്കെ എന്താ ചെയ്യേ? ആശാരിപ്പണിക്കാരും പണി അന്വേഷിച്ച് പോകും. നോക്കുക, തൻ്റെ അപ്പനെ തന്നെ വളർത്താനും. എന്നതുപോലെ ബാങ്ക് അക്കൗണ്ടില്ല, ഫോറിൻ പണമില്ല, സൗകര്യങ്ങളൊന്നുമില്ല. ഈ കുഞ്ഞിനെ വളർത്തണ്ടേ? പോകുന്ന വഴിക്ക് കാണുന്ന വീട്ടിൽ കയറി ചെല്ലും. ഒരു ജോലി തരാമോ? ഈ കുഞ്ഞാണെന്ന് ബോധമുണ്ടെങ്കിൽ കണ്ണു തുറന്ന് കാണുകയാണെങ്കിൽ അപ്പൻ പോയി തെണ്ടുക തന്നെ വളർത്താൻ. തനിക്ക് എന്നാ പണി അറിയാം? എനിക്ക് ആശാരിപ്പണി അറിയാം. ഓക്കെ, അങ്ങനെ ഒരു ആട്ടിൻ കൂട് പണിതേരെ. അങ്ങനെ ഈ കുഞ്ഞ് അവിടെ കിടന്നു ഒരാഴ്ച. ഭക്ഷണം കിട്ടി. ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം കൈ കൊടുത്തു വിട്ടെന്ന് വിചാരിക്കുക. എന്നാലും എങ്ങനെ ചുമക്കുന്നേ? അത് കഴിഞ്ഞപ്പോഴോ ഇത് എത്ര കിലോമീറ്ററാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പൈതൽ അനുഭവിച്ച തിരസ്കാരത്തിൻ്റെ അതിഭയങ്കരമായ അവസ്ഥ നോക്കി. ഇപ്പം നമ്മുടെ കുടുംബങ്ങളിൽ ചില സാഹചര്യം നമുക്ക് കണ്ണീര് പൊഴിച്ചു പോകും. കാരണം അപ്പൻ മരിക്കുന്നു, അമ്മ രോഗി, മക്കൾ പൈതങ്ങൾ. ആര് വളർത്തും? വിഷമതയില്ലേ? പക്ഷെ ഇന്ന് സഭയുണ്ട്. ഏതവസ്ഥയിലും എന്തെങ്കിലും സഹായം കൈ നീട്ടാനായിട്ട് സഭയുണ്ട്. അല്ലെങ്കിൽ സഭയുടെ മക്കളുണ്ട്. അത് ഇവർക്കാരുണ്ട്? അന്യനാട്ടിലേക്ക് പോകുമ്പോൾ ഉൾഭയമില്ലേ? കൊള്ളക്കാരുടെ സ്ഥലമാണ്. കാരവൻ ഇത് യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. അവരെ കൊള്ളയടിക്കാനുള്ള കൊള്ളസംഘങ്ങളുണ്ട്. ഒരിക്കൽ ചെന്ന് കയറി അങ്ങനെ കൊള്ളസംഘത്തിൻ്റെ വീട്ടിലാണ്. അവർ കണ്ണു തുറിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ഇവരുടെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് ഇവരെ തല്ലിക്കൊന്നിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ അതിൽ കൈ ഒരു കൊച്ചിരിപ്പുണ്ട്. അത് തിരിച്ചു വന്നപ്പോഴാണ് ആ കൊച്ചെ മുഖത്തോട്ട് നോക്കിയ പ്രഭയുണ്ട്. അവർക്കൊരു അത്ഭുതം. പാവം തള്ള ചോദിച്ചു, ഇത് വഴിയില്ല, ഉരുണ്ട് വീണത്. അങ്ങോട്ട് പോയപ്പോൾ കുഞ്ഞ്, ഇങ്ങോട്ട് പോയപ്പോൾ 7 വയസ്സ്. വഴിയില്ല, ഉരുണ്ട് വീഴും. അതൊന്ന് കഴുകി കുളിപ്പിക്കാൻ ഇച്ചിരി വെള്ളം തരാമോ? പിന്നെ എന്താ, വെള്ളം കൊണ്ട് കൊടുത്തു ഒരു ചെമ്പിനകത്ത്. കൊച്ചിനെ അതിനകത്ത് നിർത്തി. അമ്മ കഴുകി. ഇവരെ തലയ്ക്കകത്തൂടെ എന്തോ മിന്നായം പോലെ കടന്നുപോയി. ഇതാരീ കൊച്ച്? ഈ കൊച്ചിനെ കഴുകി വെടിപ്പാക്കി. ആ സൂക്ഷിച്ച കൊച്ചിനെ നോക്കി. ആ വീട്ടിൽ കുഷ്ഠരോഗം പഠിച്ച ഒരു കൊച്ചുണ്ടായിരുന്നു. അവർ ചോദിച്ചു, ഈ വെള്ളത്തിൽ ഞങ്ങളുടെ കൊച്ചിനെ ഒന്ന് കഴുകിക്കോട്ടെ? ഓക്കെ, കഴുകി. ക്ഷണനേരം കൊണ്ട് കുഷ്ഠരോഗ അപ്രത്യക്ഷമായി. അപ്പോക്രിഫായുള്ളതാകട്ടെ. അപ്പോൾ അവിടെയും
ഈ കുഞ്ഞിനെ കൈപ്പിടിച്ചുകൊണ്ട് പോകുന്നവരുടെ അനുഭവം ഒന്ന് നോക്കിക്കേ. അങ്ങനെ തുറച്ചു നോക്കിയവനാണ് വലത്തുവച്ച് നടന്ന കള്ളൻ എന്നാണ് പാരമ്പര്യം പറയും. എന്തായാലും ശരി, ഒരു കാര്യം മനസ്സിലാക്കുക, മനുഷ്യജീവിതത്തിൻ്റെ തിരസ്കാരമെന്ന് പറയുന്ന, നമ്മൾ വിഷമിക്കുന്ന, നമ്മൾ നെഞ്ചത്തടിക്കുന്ന, നമ്മൾ കണ്ണീര് പൊഴിക്കുന്ന, വീട് തൊട്ട് നാൾ വരെയും രാജ്യത്തിലുടനീളവും നമ്മൾ അനുഭവിക്കുന്ന ആ തള്ളലിൻ്റെ ആ അനുഭവം വരുമ്പോൾ ഇതിനോടൊന്ന് ചേർത്ത് വെച്ചാൽ നമുക്ക് പ്രതീക്ഷയായില്ലേ? ആരെല്ലാം തള്ളിയാലും ആരെല്ലാം തിരസ്കരിച്ചാലും ഇവൻ നമ്മുടെ കൂടെ ഉണ്ടെന്നേ, അവൻ നമ്മോട് ഒന്നായവനാണെന്നേ, പേടിക്കേണ്ട കാര്യമില്ലെന്നേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതിനു മുമ്പ് കണ്ടില്ലേ എത്ര പേരെയാണ് കൊല ചെയ്യപ്പെട്ടത്? ഹെറോദോസ്. ഇനി കൊച്ച് തിരിച്ചു വന്നു, ഹെറോദോസ് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നല്ലോ. വന്നു കഴിഞ്ഞിട്ട് ഈ കുഞ്ഞെന്താ ചെയ്തേ? ആ കുഞ്ഞ് മറ്റേ കുഞ്ഞിനെ പോലെയല്ല, അപ്പനും അമ്മയ്ക്കും വിധേയനായിട്ട് വീട്ടിലെ ജോലി ചെയ്ത് നടക്കായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കണ്ട് കിടക്കുന്നു. 12ാമത്തെ വയസ്സ് കണ്ടില്ല, പോയതാ ഒന്നിച്ച്, തിരിച്ചു വന്നപ്പോൾ കണ്ടില്ല. അവിടെ ഒരു മാതാപിതാക്കൾ അനുഭവിക്കുന്ന തിരസ്കാരമുണ്ട്. ആ മകൻ്റെ തിരസ്കാരത്തിൻ്റെ ഭാഗമാണ്. അവസാനം കണ്ടെത്തി. കൊച്ചു വളർന്നു ഭാഗമാകുക. അതായത് ആ മുന്നോടി ഒരുത്തൻ, അവൻ എവിടെയാ? മരുഭൂമിയിലാണ്. ഇന്ന് കാണുന്ന കുമറാൻ സന്യാസമുഖത്തിൻ്റെ ഭാഗമായിരുന്നു പറയുന്നു. അവനവിടെ പ്രവാചകനായിട്ട് ശക്തമായിട്ട് നിൽക്കുക. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ ആളാണ്. മുന്നോടി, മരുഭൂമിയിൽ ഗർജിക്കുന്ന ശബ്ദം. അവനോട് അലറി ഭയങ്കരമായിട്ട്. ഇതാ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വയ്ക്കപ്പെട്ടിരിക്കും, അണലി സന്തതികളെ വരാനിരിക്കും വിപത്തിൽ നിന്ന് ഓടി മാറാൻ നിങ്ങളോട് ആര് പറഞ്ഞു? അതിശക്തമായ പശ്ചാത്താപത്തിൻ്റെ മാമോദിസ നൽകി, അനുതാപത്തിൻ്റെ മാമോദിസ. അങ്ങനെ ഇരിക്കെ ആണ്ട് വരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത ഒരു വരുന്നു. എന്നതാ പറഞ്ഞത് കണ്ടപ്പോൾ? ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദൈവീയ വെളിപാട് അറിയാതെ ഉള്ളിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവൻ വന്ന് മാമോദിസ സ്വീകരിച്ചു. ഞാൻ നിന്നും സ്വീകരിക്കുന്ന പകരം നീ എന്നിലും സ്വീകരിക്കുന്നോ? വേണ്ട, നിയമങ്ങളെല്ലാം പൂർത്തിയാക്കപ്പെടട്ടെ. സ്വീകരിച്ചു. അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് പോയി അവനവൻ്റെ വഴിക്ക്. പക്ഷെ ഇവിടെ സംഭവിച്ചേ, ഇവനിവിടെ ചെന്ന് ഹെറോദോസ് അന്തിപ്പാസിനോട് പറഞ്ഞു, നീ ചെയ്യുന്നത് തെറ്റാ, ഭയങ്കര തെറ്റ്. നീ ഹെറോദയെ കല്യാണം തെറ്റ്. നിൻ്റെ സഹോദരൻ്റെ ഭാര്യ പിടിച്ചകത്തിട്ടു കാരാഗ്രഹത്തിൽ. മകൾ നൃത്തം ചെയ്തു. കിട്ടേണ്ടത് എന്താ? യോഹന്നാൻ്റെ തല. അപ്പോഴേ ഈ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇതേ വിധത്തിൽ പറഞ്ഞ ആൾ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന്, അവൻ്റെ ചെരുപ്പിൻ്റെ വാരഴിക്കാൻ യോഗ്യനല്ലെന്ന്, അവൻ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം നടത്തുമെന്ന് മുൻകൂട്ടി പറഞ്ഞ ആൾ ഒരു നിമിഷത്തിൽ പെട്ടെന്ന് തിരസ്കരിക്കും. അത് നമ്മൾ വായിച്ചിട്ടില്ലേ? സ്നാപന സംശയം ഉണ്ടായെന്ന് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് തള്ളി. പീഡ അനുഭവിച്ചപ്പോഴത്തേക്കും അല്ലെങ്കിൽ വരാൻ പോകുന്ന മരണത്തെ കണ്ടുകൊണ്ട് ഭയപ്പെട്ട് ധീരനായ പ്രവാചകൻ ശിഷ്യന്മാരെ പറഞ്ഞയച്ചു, നീ തന്നെയാണോ വരുവാനിരിക്കുന്ന മീശിയാനെ ചോദിക്കാൻ പറഞ്ഞേ. ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഏറ്റവും അടുപ്പമുള്ളവൻ, തൻ്റെ മുന്നോടി, താൻ ആരാണെന്ന് പ്രവചിച്ചവൻ, ലോകത്തിന് പ്രകാശമായിട്ട് നൽകിയവൻ എന്താ പറയുന്നത്? അവൻ തള്ളിയെന്ന ഉള്ളുകൊണ്ട് എന്നിട്ട് ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ കാണുന്നതെന്ന് പറയാൻ പറ അവനോട്. നിങ്ങൾ എന്നാ കാണുന്നത്? യേശയ്യാ പ്രവചനത്തിൻ്റെ 61 അധ്യായം പറഞ്ഞിരിക്കുന്നത്, കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, ദരിദ്രന് സുവിശേഷം അറിയിക്കുന്നു, മരിച്ചവൻ ഉയർക്കുന്നു. നീ എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെയാണ് അവൻ്റെ മനസ്സ് നേരെയാക്കിയത്. അപ്പോൾ അവിടെ സംഭവിച്ചതെന്താ? തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൻ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൻ, യോഹന്നാനേക്കാൾ വലിയവനില്ല എന്ന് പറഞ്ഞ ആ വ്യക്തിയാണ് ഈ സമയത്ത് സംശയിച്ചത്. പിന്നെ ലാമ സബക്താനി ഏൽ എന്ന് പറയുന്നത് അത്ഭുതം വല്ലതും ഉണ്ടോ? എന്തൊരു അനുഭവമായിരുന്നു അത്. അപ്പോൾ ഈ യോഹന്നാൻ തള്ളി
തൊട്ട് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ പറഞ്ഞത് കേട്ടോ, ദൈവത്തിൻ്റെ കുഞ്ഞാടാന്ന്. അപ്പം അങ്ങനെ അന്ധന്മാർ കാണുന്നു, കുരുടന്മാർ കേൾക്കുന്നു ചെന്ന് പറഞ്ഞു. ഇതെല്ലാം കാലഘട്ടം പോകാം മുമ്പോട്ട്. തൻ്റെ പിള്ളേരെ വളർത്തി ഭംഗിയായിട്ട് പാഠങ്ങൾ പഠിപ്പിച്ചു, 3 വർഷം കൊണ്ടു നടന്നു. എത്ര മനോഹരമായിട്ടാണ് അവൾ പറഞ്ഞത്. എന്നിട്ട് എന്നാ പറഞ്ഞേ? മനുഷ്യപുത്രൻ ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടും, വധിക്കപ്പെടും, കുരിശിൽ തറയ്ക്കപ്പെടും. പത്രോസ് എന്ന് പറഞ്ഞു പാടില്ല. സാത്താൻ എന്ന് പറയും അവന് തിരുത്തി. എന്നിട്ട് പറഞ്ഞവനോട് മറ്റുള്ളവരൊക്കെ വിളിച്ചു കൂട്ടിയാ പറഞ്ഞേ, എന്നെ അനുഗമിക്കുന്നവൻ എല്ലാം പരിത്യജിച്ച് സ്വന്തം കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം. സ്വന്തം ജീവൻ അന്വേഷിക്കുന്നത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നത് കണ്ടെത്തും. ഹേ മനുഷ്യ, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്തു പ്രയോജനം? ഇതൊക്കെ അധരങ്ങൾ പുറപ്പെട്ടു, ഒക്കെ പുറപ്പെട്ടതാ. പക്ഷേ സമയമായപ്പോഴേ ഗെത്സമേൻ തോട്ടത്തിൽ പിടിക്കപ്പെട്ടതല്ല, വിട്ടുകൊടുത്തതാ. കാരണം അറസ്റ്റ് ചെയ്യാൻ വന്നവൻ ബോധം കെട്ട് താഴെ വീണു. അവന് പിന്നെ ബോധം കൊടുത്തു. പത്രോസ് അവിടെ നിന്ന് വെട്ടി ഒരുത്തൻ്റെ ചെവി താഴ്പോയി, അതെടുത്ത് മുറിപ്പെടുത്തി നേരെ കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് ആ രാത്രി തന്നെ വിചാരണ. ഓടിപ്പോയി ശിഷ്യന്മാരെല്ലാം. അതിനേക്കാൾ തിരസ്കാരം വേണോ? നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് നിർണായകമായ അവസരത്തിൽ നമ്മളെ തള്ളിപ്പറഞ്ഞെന്ന് കേട്ടാൽ ഉണ്ടാകുന്ന വേദനയ്ക്ക് വല്ല പരിധിയുണ്ടോ സഹോദര? ആരെയും തള്ളിക്കളഞ്ഞേക്കരുത് കേട്ടോ. അത് ഭയങ്കര വേദനയാണ്, അതിഭയങ്കര വേദനയാണ്. ഇവിടെ കൊണ്ടു നടന്നതാ. തൻ്റെ മാറിനോട് ചാരിക്കിടന്നവനാ ഒരുത്തൻ. എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചതാണ്. പീലിപ്പോസേ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ വല്യപ്പൻ അവന് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞതാണ്. വഴി സത്യം ജീവനും ഞാനാകുന്നു അവനോട് പറഞ്ഞതാണ്. ഇതെല്ലാം നടന്ന കാര്യങ്ങൾ ഓർത്തേ ഇവരാണ് ഓടിപ്പോയത്. ഊരുപേടി ഭയങ്കരമായിട്ട് തള്ളി. അങ്ങനെ ഇരിക്കുകയാണ് എത്തിവരിഞ്ഞ് നോക്കാമെന്ന പത്രോസ്. വെറും തൂപ്പുകാരിയായി എന്ന് ചോദിച്ചേ, ഇവനും ആ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാ. ഉടനെ എന്നാ പറഞ്ഞേ? ഭയങ്കരമായിട്ട് തള്ളിയങ്ങ് പറഞ്ഞു, ഞാൻ ആ മനുഷ്യനെ അറിയുകയില്ല. 3 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ കോഴി കൂവി. കാരണം അതിനു മുമ്പ് ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞതാണ്. അപ്പോഴാണ് പറഞ്ഞത്, പത്രോസേ, ഇന്ന് രാത്രി കോഴി പോകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ ഉപേക്ഷിക്കും പറഞ്ഞതല്ലേ. അപ്പോൾ ആ തള്ളൽ, ആ ഉപേക്ഷിക്കൽ, ആ തിരസ്കരണം എന്ത് ഭയങ്കരമായിരുന്നിരിക്കണം. അധികാരം കൊടുക്കാനിരിക്കുന്നവനാ, ചുമതലപ്പെട്ടവനാ, എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് വഹിക്കുന്നവനാ. നിങ്ങളെല്ലാം പോകുന്നില്ല എന്ന് ചോദിച്ചാൽ ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ്, നിത്യജീവൻ്റെ പതിനൊന്നിൻ്റെ ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞവനാ. ഞാൻ ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മെസ്സിയാകുന്നു എന്ന് പറഞ്ഞവനാ. പത്രോസ് നിനക്ക് വെളിപ്പെടുത്തുക ജഡവും രക്തവുമല്ല, ദൈവത്തിൻ്റെ എൻ്റെ പിതാവാ വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞവനാ. നോക്കണേ, അടുത്ത് നിന്നവനാ, ഹൃദയത്തിൻ്റെ ഭാഗമാണ്, ആത്മാവിനോട് ചേർന്ന് നിന്നവനായി ഈ പണി പറ്റിയ ഞാൻ അറിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ തിരസ്കാരം എന്ന് പറയുന്നതിൻ്റെ ഒരു ക്രമം, അതിൻ്റെ ചിട്ടയായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയായിരുന്നു. ഇതല്ലേ നമ്മുടെ ഈശോ. ആ ഈശോ പത്രോസിനോട് ഇങ്ങനെ പറഞ്ഞു. അതായത് അന്ന് കൃത്യമായിട്ട് പറഞ്ഞതുപോലെ തന്നെ കോഴി കൂവി. പക്ഷേ പത്രോസ് എന്നിട്ട് കരയാൻ തുടങ്ങി, കണ്ണീരൊരുക്കാൻ തുടങ്ങി. ഇപ്പം ജനനം മുതൽ മരണം വരെ ഈശോയ്ക്ക് തിരസ്കരണമായിരുന്നു എന്ന കാര്യം നാം മനസ്സിലാവും. ജനനം മുതൽ മരണം വരെ എടുത്തു നോക്കുകയും സങ്കീർത്തനം 22 അവിടെ നിരപരാധി ദൈവത്തിൽ ശരണമകമിക്കുന്ന ആ പ്രാർത്ഥന അല്ല, കർത്താവ് കരഞ്ഞ് നിലവിളിച്ച് വിഷാദത്തിൽ പ്രാർത്ഥിച്ചതല്ല. നിരപരാധി, അതായത് ദൈവത്തിൽ ശരണം വയ്ക്കുന്നതാണ് ഈ സങ്കീർത്തനം 22. ആ വചനം ഉച്ചരിച്ച് അപ്പോൾ ഒരു പറഞ്ഞാൽ നരകാനുഭവമാണ്. അപ്പോൾ നമ്മുടെ പെയിൻ അറിയാവുന്നവനാണ് ഈശോ. ഇപ്പോൾ മനസ്സിലായില്ലേ? അതായത് കർത്താവ്, ഈ നിലവിളിക്കുന്ന കർത്താവ് നമ്മുടെ മുമ്പിൽ ആരായിട്ടാണ് വരുന്നത്? എൻ്റെയും നിങ്ങളുടെയും
വേദന അറിയുന്നവനാണ്. അപ്പോൾ മനുഷ്യർ തിരസ്കരിച്ചാൽ അത് അവിടുന്ന് ഒരിക്കലും തിരസ്കരിക്കുകയില്ല. അവിടുന്നാണ് പത്രോസിൻ്റെ ലേഖനം 1-ാം ലേഖനം 2-ാം വാക്യത്തിൽ പറയുന്നതാണ്, കർത്താവ് ഒരിക്കലും നമ്മെ മറക്കില്ല, പാപമൊഴിയെ നമ്മോടൊപ്പം പരിപൂർണമായി തുല്യനായവനാണ്. അപ്പം അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് പറഞ്ഞില്ലേ വചനം. പക്ഷെ ഇന്ന് അമ്മ മറക്കുന്നുണ്ട്, എന്നും കാണുന്നുണ്ടല്ലോ. ഉണ്ടായ കുഞ്ഞിനെ 40 ദിവസം കഴിഞ്ഞ് മുമ്പ് ഞെക്കിക്കൊല്ലുന്ന അമ്മമാരൊക്കെ ഉണ്ടെന്ന്. പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? പെറ്റമ്മ മറന്നാലും ഞാൻ മറക്കില്ല എന്ന് പറയുന്നവൻ അതാ അപ്പൻ. ആ അപ്പൻ്റെ മകനായത്, ആ മകനെ ലോകത്ത് നൽകിയതാ. അപ്പോൾ ആരെല്ലാം മറന്നാലും ശരി, നമ്മുടെ നാശം നമ്മൾ മറക്കുകയില്ല. അപ്പോൾ അവിടുന്ന് നമ്മുടെ ബലഹീനതയെ നമ്മളോട് സഹതാപം കാണിക്കാൻ അവിടുന്ന് കഴിവില്ലാത്തത് കൊണ്ട് നമ്മളെ അങ്ങോട്ട് ചേർത്ത് നിൽക്കുക. നമ്മുടെ ബലഹീനതയിൽ നമ്മളോട് അവിടുന്ന് അനുകമ്പ കാണിക്കാൻ കഴിയുന്നത് കൊണ്ട് നമ്മളോട് അങ്ങോട്ട് ചേർത്ത് നിർത്തുകയാണ്. അപ്പോൾ എന്താ, അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരായി. ഇതേ പത്രോസിനെ പറയാം. അതായത് ആ നിലവിളിയിൽ പത്രോസിന് 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയാം, അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരായി. നമ്മുടെ പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ച് അവൻ കുരിശിലേറി. നമ്മുടെ പാപം വഹിച്ചതാണ് ആ നിലവിളി. അവൻ കുരിശിലേറി. നാം ജീവിക്കേണ്ടതിനാണ് ഇവൻ നിലവിളിക്കുക. പാപഭാരം ഏറ്റെടുത്ത്, അപ്പോൾ ആ ആളെ നമ്മുടെ കണ്ണുനീര് അതിന് അർത്ഥം നൽകാൻ വേണ്ടിയിട്ടാണ് സ്വയം അത് ഏറ്റെടുക്കും. അത് നമ്മൾ വിളിച്ചാൽ, മനോഹരമായ ഗീതമുണ്ടല്ലോ, ഒന്ന് വിളിച്ചാൽ ഓടിയെത്തും, അത് കഴിഞ്ഞാൽ കണ്ണീർ തുടയ്ക്കും, അത് കഴിഞ്ഞാൽ എത്ര വലിയ സ്നേഹം. ഇതൊക്കെ നമ്മളൊന്നും പാടുന്നതല്ലേ. ആ പാട്ടിൻ്റെ പിൻപിലെ രഹസ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്ന് ജീവിക്കുന്നവർ ഇനി നമ്മൾ തന്നെത്താൻ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്, നമുക്ക് വേണ്ടിയിട്ടാണ് ഈശോ പൗലോസ് പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എനിക്കായി എൻ്റെ കർത്താവ് മരിച്ചുവെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കും എന്ന സത്യമാണെന്ന് നമുക്ക് വിളിച്ചു പറയണം. ഈ നിലവിളി എനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഭയമല്ല നമ്മെ പ്രേരിപ്പിക്കേണ്ടത്, ഈശോയുള്ള സ്നേഹമാണ്. എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിലവിളിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. കൊരിന്ത്യർക്കുള്ള ലേഖനത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നത് സ്നേഹത്തിൽ ചെയ്യും, ജീവിക്കുന്ന കർത്താവിന് വേണ്ടി ചെയ്യുവിൻ. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് അവിടുത്തെ സ്നേഹിക്കാൻ, അവിടുത്തെ ആരാധിക്കാൻ, അവിടുത്തെ ബഹുമാനിക്കാൻ, അവിടുത്തെ ഒപ്പം പ്രാർത്ഥിക്കാനും അവിടുത്തെ ഒപ്പം പ്രവർത്തിക്കാനും ഇടയാകുന്നു എന്നുള്ളതിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്വരം, നമ്മുടെ വേദന കേൾക്കുന്നവനാ കർത്താവ്. എടുത്തു നോക്കിയ ഗലീലായിലെ സംഭവം, വഞ്ചിയെ, ആ വഞ്ചി മുമ്പോട്ട് പോവുക, കാർമേഘമുണ്ടായി, കൊടുങ്കാറ്റുണ്ടായി, കടലിളകി, വെള്ളം തെറിച്ചു വീണു. ഉപ്പുവെള്ളം തെറിച്ച് വീണിട്ട് ഈശോ ഉണർന്നില്ല. മുഖത്തെ ഭയങ്കര ഇളക്കമുണ്ടായിട്ട് ഈശോ ഉണർന്നില്ല. ആസ്വദി ഉണരേണ്ടതായിരുന്നില്ലേ? ആ വഞ്ചി അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞില്ലേ? കർത്താവ് ഉറങ്ങുമായിരുന്നു പറയും. ഇതൊക്കെ ഉണ്ടായിട്ട് ഉറങ്ങുമായിരുന്നു. പക്ഷേ തൻ്റെ മക്കളുടെ നിലവിളി കേട്ടപ്പോൾ ഉണർന്നു. ഇതാ നമ്മുടെ ദൈവം. നമ്മുടെ മക്കളുടെ നിലവിളി അങ്ങനെയാണെങ്കിൽ, എൻ്റെ ജനത്തിൻ്റെ നിലവിളി എൻ്റെ പക്കലെത്തിയിരിക്കുന്നു, നീ പോയി മോചിപ്പിക്കാൻ മോശയോട് പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്കിപ്പോൾ മനസ്സിലായില്ലേ? എൻ്റെ ജനത്തിൻ്റെ നിലവിളി. നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് ചിലപ്പം വിഷമിക്കുന്നുണ്ട്. അതായത് നമ്മുടെ എണ്ണം കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകുന്നു, നമ്മുടെ മക്കളുടെ വിശ്വാസം ക്ഷയിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ചാനൽ തുറന്നു വെച്ചാൽ, അല്ല യൂട്യൂബ് തുറന്നു വെച്ചാൽ ദൈവം ഇല്ലയെന്നും പറഞ്ഞ് പ്രസംഗിക്കുന്ന കുറേ നല്ല മിടുക്കരായ ചെറുപ്പക്കാരൊക്കെ നമുക്ക് വിഷമം തോന്നാറുണ്ട്. അതുമല്ലെങ്കിൽ സഭയെ അടിമുടി തകർക്കത്തക്ക രീതിയിലുള്ള പ്രചരണം നടത്തുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്, നമ്മൾ കേൾക്കാറുമുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ ചിന്തിക്കുന്നത്? അയ്യോ എല്ലാം നഷ്ടപ്പെട്ടല്ലോ, വിഷാദമാണോ, നിരാശയാണോ? ഇത് ചരിത്രത്തിലുണ്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരുവനുണ്ട്. അതിൻ്റെ ഒന്നാമത് ഇതാണ് ഏലി പ്രവാചകൻ. അത് ഞാൻ എന്നതാ പറഞ്ഞേ, അത് ഭയപ്പെട്ട് ഓടി, 13 കിലോമീറ്റർ ഓടിയ ആ സ്ത്രീ, ആ രാജ്ഞി ജസബേൽ, അവൾ പറഞ്ഞു 24 മണിക്കൂർ മുമ്പിൽ നിൻ്റെ കഴുത്ത് തല കാണുകയെന്ന് പറഞ്ഞു. അല്ല, അവൾ മാനസാന്തപ്പെടുകയല്ലേ ചെയ്യും.
അപ്പോൾ ഓടി 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 വഴി കിടന്നുറങ്ങി. കാക്ക ഭക്ഷണം കൊടുത്തു. അവിടുന്ന് വീണ്ടും ഓടി ഹോറബ് മലയുടെ ഗുഹയ്ക്കകത്ത് നിന്ന് കയറി. ഒയ്യോ ആശ്വാസം. ദൈവവെളിപാടുണ്ടായത് അവിടെയാണ്. ഈ ദൈവം ചോദിച്ചു, മകനെ ഏലിയ നീ എവിടെയാ? അയ്യോ ഞാനിവിടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ കുറിച്ച് തീഷ്ണതയിൽ ഞാൻ ജ്വലിക്കുക. മതി മതി, നീ പുറത്തേക്ക് ഇറങ്ങി വാ. പുറത്തേക്ക് ഇറങ്ങി വന്നു. അവിടെ ഒരു കൊടുങ്കാറ്റുണ്ടായി, ദൈവത്തെ കണ്ടില്ല. ഭൂമി കുലുക്കമുണ്ടായി, ദൈവത്തെ കണ്ടില്ല. അവിടെ ഒരു വലിയ അഗ്നി ഭയങ്കരമായ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ പൊട്ടലുണ്ടായി, ദൈവത്തെ കണ്ടില്ല. പക്ഷേ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ അവിടുത്തെ സ്വരം കേട്ടു. നീ വരാൻ പറഞ്ഞു. അപ്പോൾ പരാതിപ്പെടും. എന്താ പരാതി? എല്ലാവരും നിന്നെ ഉപേക്ഷിക്കുകയല്ല, എല്ലാവരെയും കൊന്നൊടുക്കി. ഇനി നിനക്ക് വേണ്ടി ആരുമില്ലെന്ന് നമ്മൾ പറയില്ല. നമ്മൾ പിള്ളേരെല്ലാം പോയി കഴിഞ്ഞാൽ ഇവിടെ ആര് കാണുമെന്ന്, വിശ്വാസ സമൂഹം മുഴുവൻ ഇല്ലാണ്ട് പോകുന്ന, ക്രിസ്ത്യാനിറ്റി ഇല്ലാണ്ട് വരുമെന്ന്. ഒന്നുമില്ല. ഇവിടെ എന്താ പ്രവാചകൻ ഇത് പറഞ്ഞു? നിനക്ക് വേണ്ടി ആരുമില്ല, എല്ലാവരും തീർത്തു, നശിപ്പിച്ചു, കൊന്നുകളഞ്ഞു. ആഹാബും ജസബേലും കൂടി. ദൈവം പറഞ്ഞു, മണ്ടൻ, ഇതാ ബാലിൻ്റെ മുമ്പിൽ മുട്ടുകിടക്കാത്ത 7000 വരെ ഞാൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. നിന്നെ ഏൽപ്പിച്ച ജോലി നീ പോയി ചെയ്യും. നീ ആ രാജാവിനെ ഒരു അനുഗാമിയെ നീ വാഴിക്കും. നീ നിൻ്റെ പ്രവാചകനെ ഒരു അനുഗാമിയെ വാഴിക്കും. നിന്നെ ഏൽപ്പിച്ച ജോലിയില്ലേ, നീ അത് ചെയ്ത് വെച്ചാൽ മതി, ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം. ഇതല്ലേ ദൈവം നമ്മളോട് പറയുന്നത്. അവനോട് മറുപടി പറഞ്ഞത് എന്താ? അതായത് ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്രകാരം തന്നെ കൃപയാൽ, പൗലോസ് പറയാം, അപ്രകാരം തന്നെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട വിഭാഗം ഈ കാലഘട്ടത്തിലുണ്ട്. റോമാക്കാർക്ക് ലേഖനം 11:4-7 വാക്യങ്ങൾ. റോമാക്കാർക്ക് ലേഖനം 11:4-7 വാക്യങ്ങൾ. അത് കൃപയാണെങ്കിൽ പ്രവൃത്തികളിൽ അധിഷ്ഠിതമല്ല, കൃപയല്ലെങ്കിൽ കൃപയൊരിക്കലും കൃപയായിരിക്കില്ല. അതുകൊണ്ട് എന്ത്? ഇസ്രായേൽ അന്വേഷിച്ചത് അവർക്ക് ലഭിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അത് ലഭിച്ചു. മറ്റുള്ളവരുടെ ഹൃദയം കഠിനമായി പോയി. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിലേക്കാണ് നീ തിരിയേണ്ടത്. ഇപ്പം അവിടാണ് ഈ നിഷ്കളങ്കനായ നിലവിളി, കുരിശിലെ നിലവിളിയുടെ അർത്ഥം നീ കണ്ടെത്തേണ്ടത്. നിനക്ക് വേണ്ടിയിട്ടുള്ളൊരു നിലവിളിയാണത്. അപ്പോൾ കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രകാരം ഒരവശിഷ്ട വിഭാഗം ഇന്നും ഉണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞില്ലേ? അതിൽ നീ പെടുവോ? 7000 പേർ അവശേഷിച്ചെന്ന് പറഞ്ഞാൽ ഏത് പൂർണ്ണതയാണ്? 1000 പൂർണ്ണതയാണ്. 7000 അപൂർണ്ണത അല്ല, പൂർണ്ണതയുടെ അങ്ങേയറ്റമാണ്. അപ്പം അതുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്ത കൃപയുടെ സമൂഹത്തിൽ അവിടെ ഉൾച്ചേർന്ന് നിൽക്കാൻ ഈ ദുഃഖവെള്ളിയാഴ്ച നീ തീരുമാനമെടുക്കും. കൃപയുടെ സമൂഹത്തിൽ ഉൾച്ചേർന്ന് നിൽക്കണം, എങ്കിലേ ശരിയാവുള്ളൂ. നീ ഒന്ന് വിട്ടുപോകാനായിട്ട് ഇടയാവരുത്. അത് കൃപ എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയൊന്നുമല്ല, അത് കർത്താവിൻ്റെ കരുണയാണ്. ആ വിധത്തിൽ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ ഗുണം നോക്കിയല്ല, നമ്മുടെ കുറവ് നോക്കിയല്ല. പിന്നെ എന്തുകൊണ്ടാണ്? നമ്മുടെ കുറവ് തന്നെ കണ്ടുകൊണ്ട് തന്നെയാണ് അവിടുന്ന് നമുക്ക് പ്രതിഫലം നൽകുന്നത്. ഇപ്പം കർത്താവിൻ്റെ കരത്തിലാണ് നമ്മുടെ ജീവിതം നിൽക്കുന്നതെന്ന കാര്യം അതുകൊണ്ടല്ലേ പറഞ്ഞത്. പൗലോസ് പറഞ്ഞു, അയ്യോ ഞാനേ ഭയങ്കരമായി അനുഗ്രഹിക്കപ്പെട്ടവനാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ദൈവാനുഭവത്തിൻ്റെ മൂർധന്യത്തിലെത്തി, സ്വർഗത്തിൻ്റെ 3-ാം നില വരെ എത്തി. അങ്ങനെ എത്തിയ ഞാൻ മനുഷ്യനാണോ ദൈവമാണോ എന്ന് അറിയത്തില്ല, അവാച്യമായ അനുഭൂതികൾ ഞാൻ ചെന്ന് നിറഞ്ഞു. അപ്പോഴാണ് വെളിപാടിൻ്റെ ആധിക്യത്തിൽ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തിൽ എനിക്ക് ഒരു മുള്ളു നൽകപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഈ മുള്ള നിർത്തി കളാം. കർത്താവ് പറഞ്ഞു, നിനക്കെൻ്റെ കൃപ മതി, നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ബലം പ്രകടമാകും. അപ്പോൾ നോക്കിയേ, നിൻ്റെ നിലവിളി എൻ്റെ പക്കൽ എത്തിയെന്ന്. അപ്പോൾ ഇത് കേൾക്കുന്നവൻ ആരാ? നിന്നേക്കായിൽ നിലവിളിച്ചവനാ. അപ്പം അതുകൊണ്ട് നിനക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം, നിൻ്റെ ഏതൊരവസ്ഥയിലും ഈ കാൽവരി കുരിശിൽ കിടക്കുന്നവൻ, നിനക്ക് വേണ്ടി നിലവിളിച്ചവൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന്. അപ്പോൾ അതുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് നമ്മെ സംബന്ധിച്ചുള്ള ഇതെന്നുള്ള കാര്യം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അഹങ്കാരമില്ലാതെ വിനയത്തോടുകൂടി എൻ്റെ ശക്തി എന്ന് പറയുന്നത് എൻ്റെ ബലഹീനതയാണെന്ന് ഏറ്റുപറഞ്ഞ് ഈ കാൽവരിയിലെ ഈ ക്രൂശിതൻ്റെ കുരിയൻ ചൂട്ടിലേക്ക് നീങ്ങാൻ ഈ ദുഃഖവെള്ളിയാഴ്ച പ്രേരണ നൽകട്ടെ. അവിടെ കടന്നുകൊണ്ട് കർത്താവ് പറയാം, അങ്ങനെ നിനക്ക് എൻ്റെ കൃപ മതി കേട്ടോ, ബാക്കിയെല്ലാം ഞാൻ തന്നോളാം, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നിലവിളിച്ചത്. അതുകൊണ്ട് നീ കാത്തിരിക്കേണ്ടത് എന്നെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഈ ശക്തി എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ പ്രകടമാകും. അപ്പം അതിലാണ് നീ പ്രശംസിക്കേണ്ടത്, ക്രൂശിതനിലാണ് പ്രശംസിക്കുന്നത്. പൗലോസ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് പ്രശംസിക്കാനുണ്ടെങ്കിൽ
ഞാൻ ക്രൂശിതനിലാണ് പ്രശംസിക്കേണ്ടത്. അപ്പോൾ അവിടുന്ന് സർവ്വശക്തനാണ്. യേശയ്യായുടെ പുസ്തകത്തിൽ 40:29 പറയുന്നത് എന്താ? അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, തളർന്നവന് അവൻ ബലം നൽകുന്നു, ദുർബലന് ശക്തി ലഭിക്കുന്ന യെശയ്യാ 40:29 പറയുന്ന. അപ്പം അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഇവിടെ യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ അവരുടെ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവൻ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. അതുകൊണ്ടാണ് നമ്മളുടെ മനസ്സിൽ ഈ ദുഃഖവെള്ളിയാഴ്ചയിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണും. കർത്താവിന് പീഡാനുഭവം ഓർത്തിട്ട് അനുകമ്പയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ കർത്താവ് ഇതെല്ലാം സഹിച്ചല്ലോ എന്ന് ഓർത്തുള്ള വിഷമമല്ല വേണ്ടത്. അത് എനിക്ക് വേണ്ടിയിട്ടുള്ള നിലവിളിയാണ് എന്ന കാര്യം വളരെ കൃത്യമായി നമുക്കൊരു ശ്രേഷ്ഠ പുരോഗതി രൂപപ്പെടുകയാണ്. അവിടെ ബലിയർപ്പണമായിരുന്നു അത്. ഈശോ എല്ലാം പ്രധാനാചാര്യരുടെ മാറുകയാണ്. ഒരൊറ്റ ബലിയിലൂടെ നിത്യ പുരോഹിതനായിട്ട് മാറി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് നമുക്ക് ദൈവപുത്രനായ യേശു ശ്രേഷ്ഠ പുരോഹിതനായിട്ട് ഉള്ളത് കൊണ്ട് നമുക്കൊന്നിനെക്കുറിച്ചും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും എന്നെ വിളിച്ച കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് അവിടുന്ന് തന്നെ ദുഷ്ടൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയില്ല, അവിടുന്ന് വിട്ടുകൊടുക്കുകയുമില്ല. ഇതല്ലേ യോഹന്നാൻ 6:37 പറഞ്ഞത്? എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. യോഹന്നാൻ 10 പറയുന്നു, എൻ്റെ ആടുകളെ എന്നിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ഞാൻ വിട്ടുകൊടുക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സമാപിപ്പിക്കുക ഈ ചിന്തകൾ. അതായത് കാൽവരിയിലെ നിലവിളി എനിക്ക് വേണ്ടിയിട്ടാണ് എന്ന സത്യം, എൻ്റെ സഭയ്ക്കും വേണ്ടിയിട്ടാണ്, എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ് എന്ന സത്യം ഈ ദുഃഖവെള്ളിയാഴ്ച ഉൾക്കൊള്ളാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈശോയും കൃപയും പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.